സോ ഇതേപോലെ ഒരു ഡെയിലി ടാസ്ക് അസൈൻ ചെയ്ത് അത് കംപ്ലീറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഓരോ ഡേയിലും നമ്മൾ എത്ര ടോപ്പിക്സ് കവർ ചെയ്യും. ഇപ്പൊ ഇന്ന ഡേയിൽ മൺഡേ ടു സൺഡേ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഹലോ ഡി നീറ്റ് ആസ്പിറൻസ്. സോ നീറ്റ് 2026 നമ്മൾ എങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ സ്ട്രാറ്റജിക്കായി പഠിക്കാം, അതേപോലെ ഓൺഗോയിങ് സ്റ്റുഡൻസിന് നീറ്റിനെ കുറിച്ച് അറിയേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. യെസ്, സോ ഏത് മന്തിലാണ് എക്സാം നടക്കുക നിങ്ങൾക്ക് അറിയാം. മെയ് മാസമാണ് എക്സാം നടക്കുക. മാർച്ചോടുകൂടി പ്ലസ് ടുക്കാരുടെ എക്സാം ഒക്കെ അവസാനിക്കും. റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും ഒക്കെ ഇപ്പൊ വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. യെസ്, അവർക്കറിയാം മെയ് മാസമാണ് നടക്കുന്നത്. നോർമലി മെയ്യിലെ ഫസ്റ്റ് സൺഡേ ആണ് നീറ്റ് എക്സാം നടക്കുക. അങ്ങനെയാണെങ്കിൽ മെയ് 3 ഇത്തവണത്തെ നീറ്റ് എക്സാം നടക്കുക. ഫസ്റ്റ് സൺഡേ അതാണ്. യെസ്, എത്രയാണ് നീറ്റിന്റെ ഡ്യൂറേഷൻ, അതേപോലെ എക്സാം ടൈം എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. നോർമലി ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷം 2 PM തൊട്ട് 5 PM വരെ 3 hours ആണ് എക്സാം നടക്കുക. യെസ്, അപ്പൊ ആദ്യം ഓൺഗോയിങ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ആദ്യം നിങ്ങൾ അറിയേണ്ടത് എക്സാമിന്റെ പാറ്റേണും സിലബസും ഒക്കെയാണ്. സിലബസ് ഏറ്റവും കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആ സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. യെസ്, അപ്പൊ ആദ്യം സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം നീറ്റ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾക്കുള്ളത്. 180 ക്വസ്റ്റ്യൻസ് ആണ്. 7:20 എക്സാം നടക്കുക. 3 hours ആയിരിക്കും കിട്ടുക. 2 to 5 ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 3 മണിക്കൂറാണ്. 180 minutes ആണ്. സോ 180 minutesൽ 180 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യണം. MCQs ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോകും. ആൻഡ് കറക്റ്റ് ആൻസറിന് എത്ര മാർക്കാണ് കിട്ടുക? 4 marks ആണ് കിട്ടുക കേട്ടോ. 4 marks. അപ്പോൾ ഒരു ഉത്തരം തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് 5 marks ആയിരിക്കും നഷ്ടപ്പെടുക. യെസ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഒക്കെ വളരെ കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇനിയുള്ള ദിവസങ്ങൾ യൂസ് ചെയ്യണം. അത്രയും കുറവ് ദിവസങ്ങൾ, അതായത് ഒരു 5 മാസം അല്ലെ 5 മാസം മാത്രമാണ്, ഒരു 160 അല്ലെങ്കിൽ 170 days മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ ഓരോ ടൈമും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനിയും ആ ഒരു പ്രിപ്പറേഷൻ, അതിൻ്റെ ആ ഒരു ഡെപ്തിലേക്ക് എത്താത്ത കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു ടൈം ടേബിൾ നിങ്ങൾ ഈ ദിവസങ്ങളിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങളൊരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടാക്കണം. ഓക്കെ, നിങ്ങൾ ആ സിലബസ് അനലൈസ് ചെയ്ത് ഓരോ ചാപ്റ്ററിനും ഓരോ സബ്ജക്റ്റിനും എത്ര ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കണം. ഓക്കെ, ഈ പ്രയോറിറ്റി ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു വീക്ക്ലി ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. മക്കളെ, നമുക്ക് ഈ കംപ്ലീറ്റ് ദിവസങ്ങളിലെ ടൈം ടേബിൾ ആവശ്യമുണ്ട്. പക്ഷെ ആദ്യം നിങ്ങൾ ഒരു വീക്കിലെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് ഫോളോ ചെയ്യുക. അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. സോ ആദ്യം 1 വീക്കിലെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ മൺഡേ ടു സൺഡേ ഓരോ ടൈമും നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യും. റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ച് ഉറങ്ങാനുള്ള ടൈം ഒഴിച്ച് ബാക്കി എല്ലാ ടൈമിലും എന്തെങ്കിലുമൊക്കെ ചിലവർ മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പോലും മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. യെസ്, അപ്പോൾ ബാക്കി എല്ലാ ടൈമും യൂട്ടിലൈസ് ചെയ്യുക. നന്നായിട്ട് ഉറങ്ങുക, ഉറക്കം ആവശ്യമാണ്. യെസ്, അതേപോലെ ഇനി ഡേ സ്കോളേഴ്സ്, ഓൺഗോയിങ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ വൈകുന്നേരം വരുന്ന ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യാം എൻട്രൻസിന് വേണ്ടി. സോ ഓരോ ദിവസവും ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ഏത് സബ്ജക്റ്റിലെ ഏത് ചാപ്റ്ററിലെ ഏത് ടോപ്പിക് കവർ ചെയ്യും എന്നുള്ളത് നിങ്ങൾ 1 വീക്കിലെ ടൈം ടേബിൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇങ്ങനെ വീക്ക്ലി ടൈം ടേബിൾ സെറ്റ് ചെയ്ത ശേഷം ഡെയിലി ടാസ്കുകൾ അസൈൻ ചെയ്യുക. അതിപ്പോൾ ഞാൻ ഒരു വീക്കിലേക്കുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ മൺഡേയിൽ ഇന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പോൾ കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് ഇന്ന ടോപ്പിക്സ്, ബോണ്ടിങ്ങിൽ ഇത്ര ടോപ്പിക്സ് ഞാൻ കവർ ചെയ്യും, അല്ലെ ഫിസിക്സിൽ ഒരു ചാപ്റ്ററിൽ ഇത്ര ടോപ്പിക്സ് ഞാൻ അന്ന് കവർ ചെയ്യും എന്നുള്ള കാര്യം ഒരു ഡെയിലി ടാസ്ക് ആയിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ആൻഡ് ആ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ടിക്ക് ചെയ്യണം, ടിക്ക് മാർക്ക് കൊടുക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ടാസ്ക് അസൈൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ടിക്ക് ചെയ്യാണ് നിങ്ങൾ. അങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ ഒരു ദിവസം ആ ടാസ്ക് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബ്രെയിൻ നിങ്ങളോട് ആ ഒരു കാര്യം, നിങ്ങളുടെ ഒരു ടാസ്ക് ഇൻകംപ്ലീറ്റ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഡെയിലി ടാസ്കുകൾ അസൈൻ ചെയ്യുക. അത് കംപ്ലീറ്റ് ആണോ ഇല്ലോ എന്നുള്ളത് ഇങ്ങനെ ടിക്ക് ചെയ്യുക. അത് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അത്ര സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല, ആ ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഡെയിലി ടാസ്കുകൾ അസൈൻ ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അതേപോലെ പഠിക്കുന്ന ടൈമിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം.
അത് മസ്റ്റായിട്ടും ഹാൻഡ് റിട്ടേൺ നോട്ട്സ് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മൾക്ക് മെമ്മറി കൂട്ടും, നമ്മൾ എഴുതി വെക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, നമ്മൾ തയ്യാറാക്കുന്ന ഒരു നോട്ടാണ്. സോ നിങ്ങൾ തന്നെ ഷോർട്ട് നോട്ട്സ് റെഡിയാക്കി വെക്കുക. ആ ഷോർട്ട് നോട്ട്സ് നല്ല വിധത്തിൽ റിവൈസ് ചെയ്യുക. ഓക്കെ, ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ ചെറിയ ചെറിയ ഫോർമുലാസ് കാണും, ഇക്വേഷൻസ് കാണും, ഇതൊക്കെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ആക്കി വെക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് പഠിക്കുന്ന ടൈമിൽ എപ്പോഴും നിങ്ങൾ ബ്രേക്ക് എടുക്കണം. കണ്ടിന്യൂസ് ആയിട്ടൊരു ലേണിംഗ് അല്ല വേണ്ടത്. എന്തായാലും നിങ്ങൾ ഓരോ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തേ മതിയാവും. ആ ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ പുറത്തുകൂടി ഒന്ന് നടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ബ്രേക്ക് എന്തായാലും അനിവാര്യമാണ്, നമ്മുടെ ബോഡിക്കും ഒക്കെ അനിവാര്യമാണ്. സോ ബ്രേക്ക് എടുത്ത് മാത്രം പഠിക്കുക. ആൻഡ് മാക്സിമം നിങ്ങൾ ഡേ ടൈമിൽ, മോർണിംഗ് ടൈമിൽ, ഏർലി മോർണിംഗിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 10 or 10:30 ഒക്കെ ഇറങ്ങിയിട്ട് അത് രാവിലെ എണീക്കാൻ നോക്കുക. കാരണം വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, കാം ആയിട്ടുള്ള ടൈമാണ്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് കാം ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റും. വളരെ നല്ല ടൈമാണ്. സോ മാക്സിമം ഏർലി മോർണിംഗിൽ പഠിക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ അല്ലേ? യെസ്. അതേപോലെ നിങ്ങൾ റിവിഷന് ശേഷം മാക്സിമം ഈ വരുന്ന ടൈമിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യും. ഓരോ ടെസ്റ്റിലും നമുക്ക് മാർക്ക് കൂടി വരുന്ന ടൈമിൽ നമ്മുടെ കോൺഫിഡൻസ് കൂടാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകൾ സഹായിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഈ വരുന്ന ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്, നിങ്ങളുടെ റാങ്ക് ഡിസൈഡിങ് ഡേയ്സ് ആണ്. അപ്പോൾ മക്കൾ ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ, സ്മാർട്ട് വർക്ക് ചെയ്യൂ. അതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.